ഹലോ, വെൽക്കം ടു അനന്ത IAS അക്കാഡമി. എല്ലാവർക്കും ജാനുവരി 20 ദ ഹിന്ദു ന്യൂസ് പേപ്പറിലെ കറണ്ട് അഫയർ അനാലിസിസിലേക്ക് സ്വാഗതം. എല്ലാ ദിവസത്തെ പോലെയും നമ്മൾ ഇന്നും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2-3 കറണ്ട് അഫയേഴ്സ് ആണ് UPSC എക്സാമിൻ്റെ സിലബസിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് എന്ന് നമ്മളുടെ ടീമിന് തോന്നുന്ന UPSCക്ക് റിലവൻ്റ് ആണെന്ന് തോന്നുന്ന ഫാക്ട്സുകളും ഫിഗറുകളും അതേപോലെ തന്നെ ന്യൂസുമാണ് നമ്മൾ നിങ്ങൾക്കായിട്ട് ഇന്ന് പ്രസന്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ സമയം കളയുന്നില്ല, നമുക്ക് നേരിട്ട് കാര്യങ്ങളിലേക്ക് കടക്കാം. ഏറ്റവും ആദ്യം നമുക്ക് നോക്കേണ്ട ന്യൂസ് ആർട്ടിക്കിൾ എന്ന് പറയുന്നത് ഡിജിറ്റൽ കറൻസിയുമായി ബന്ധപ്പെട്ടിട്ടാണ്. ഡിജിറ്റൽ കറൻസിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടെന്ന് പറയുമ്പോൾ ഡിജിറ്റൽ കറൻസിയുടെ മാത്രം ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു ടോപ്പിക് ആയിട്ട് വരുന്ന ഒരു ടോപ്പിക് അല്ല ഇത്. പകരം ഇതിൽ കയറി ഇറങ്ങി ഒരുപാട് ടോപ്പിക്കുകൾ കയറി പോകുന്നുണ്ട്. അപ്പൊ നമുക്ക് ആദ്യം തന്നെ ന്യൂസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താണ് ന്യൂസ് പറയുന്നത്? ദ ന്യൂസ് ഈസ് സെയിങ് ലൈക്ക് ദർ ഇസ് എ RBI ഡിമാൻഡ്, അല്ലെ? RBI ഒരു ഡിമാൻഡ് ഉന്നയിച്ചിരിക്കുകയാണ്, അല്ലെങ്കിൽ ഒരു അഭ്യർത്ഥന നടത്തിയിരിക്കുകയാണ്. ദാറ്റ് ഈസ് ടു ഇൻക്ലൂഡ് ദി ഡിജിറ്റൽ കറൻസി ഓൺ ബ്രിക്സ് അജണ്ട. വരാനിരിക്കുന്ന ബ്രിക്സ് മീറ്റിംഗ്, ഇന്ത്യയിൽ വെച്ച് നടക്കാനിരിക്കുന്ന ബ്രിക്സ് മീറ്റിംഗിൽ എന്ത് ചെയ്യണമെന്നാണ് പറയുന്നത്? ഡിജിറ്റൽ കറൻസി, ഇന്ത്യൻ ഡിജിറ്റൽ കറൻസിയുടെ കാര്യങ്ങൾ കൂടി ഇൻക്ലൂഡ് ചെയ്യണം എന്നുള്ള RBIയുടെ ഒരു അഭ്യർത്ഥനയെ ഗവൺമെന്റ് ടേബിൾ ചെയ്തു, ഗവൺമെന്റ് കൺസിഡർ ചെയ്തു. അപ്പോൾ അതിനെ അടിസ്ഥാനമാക്കിക്കൊണ്ടാണ് ഈ ഒരു ന്യൂസ് ആർട്ടിക്കിൾ വന്നിരിക്കുന്നത്. ഓൾറൈറ്റ്, അപ്പൊ ഇതിൽ നമുക്ക് ബേസിക്കലി ഇതാണ് ന്യൂസ് എങ്കിലും നമുക്ക് ഏറ്റവും UPSC ആസ്പിറൻസ് ആയിട്ട് നമ്മൾക്ക് ഇതിന്റെ ബേസിക്സിലേക്കാണ് നമ്മൾ കൂടുതലും പോകേണ്ടത്, അല്ലെ? അപ്പൊ ഈ ബേസിക്സിലേക്ക് പോകുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ന്യൂസ് അല്ലെങ്കിൽ ടോപ്പിക്കുകൾ എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? ഏറ്റവും ആദ്യം തന്നെ വരുന്നത് എന്താണ്? ബ്രിക്സിനെ കുറിച്ചിട്ട് തന്നെയാണ്. UPSC പലപ്പോഴായിട്ട് ബ്രിക്സിനെ റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്, അല്ലെ? അപ്പൊ ആ ഒരു ടോപ്പിക് വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന ഒന്നാണ്. അത് കൂടാതെ അടുത്ത ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന ഒരു ടോപ്പിക് എന്താണ്? അത് വേറൊന്നുമല്ല, ഡിജിറ്റൽ കറൻസിനെ കുറിച്ച് തന്നെയാണ്. ഡിജിറ്റൽ കറൻസി ആസച്ച് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ നോക്കണം. കാരണം ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ പലപ്പോഴായിട്ട് വരാറുണ്ട്. ഇപ്പൊ ടെസ്റ്റ് സീരീസുകളൊക്കെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ റുപ്പിയെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ക്വസ്റ്റ്യൻസ് പലപ്പോഴായിട്ട് എക്കണോമിക് റിലേറ്റഡ് ആയിട്ടുള്ള ടെസ്റ്റ് സീരീസുകളിലും അതേപോലെ തന്നെ നോർമൽ ഫുൾ ലെങ്ത് ടെസ്റ്റ് സീരീസുകളിലും ഒക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതേപോലെ തന്നെ UPSCയുടെ മെയിൻസിനും നമുക്ക് വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് തന്നെയാണ് ഈ ഡിജിറ്റൽ കറൻസി. അതേപോലെ തന്നെ ഇന്റർവ്യൂയിലേക്ക് ചെല്ലുമ്പോഴും നമുക്ക് ഈ പറഞ്ഞിട്ടുള്ള പെർട്ടിക്കുലർ ടോപ്പിക്കിൽ നിന്നും ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാൻ തന്നെ പറ്റുന്ന ഒരു സാധനമാണ്. സോ UPSCയെ സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ന്യൂസ് ആർട്ടിക്കിൾ തന്നെയാണ് എന്ത്? നമ്മളുടെ ഈ പറഞ്ഞിട്ടുള്ള ബ്രിക്സും അതേപോലെ ഡിജിറ്റൽ കറൻസിയും. ഓക്കെ, സോ നമുക്ക് ഇന്ന് എന്ത് ചെയ്യാം? ഏറ്റവും ആദ്യം തന്നെ നമുക്ക് എന്ത് ചെയ്യാം? ബ്രിക്സിനെ കുറിച്ച് സംസാരിക്കാം. ബ്രിക്സ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലേക്ക് വരേണ്ടത് ഇതൊരു അബ്രിവേഷൻ ആണ്, അല്ലെങ്കിൽ ഇതിന്റെ ഒരു ഷോർട്ട് ഫോം ആണ്. എന്ത്? മെമ്പർ നേഷൻസിന്റെ പേരിൽ തുടങ്ങുന്ന ഒരു ഓർഗനൈസേഷന്റെ ഷോർട്ട് ഫോം ആണ് ബ്രിക്സ് എന്ന് പറയുന്നത്. ഇത് ഏർലി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ബ്രിക്സ് എന്ന് പറയുമ്പോൾ ബ്രസീൽ, റഷ്യ, ഇന്ത്യ, ചൈന ഇത്രയായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പൊ ബ്രിക് എന്നുള്ള രീതിയിലായിരുന്നു. പിന്നീട് ഈ ബ്രിക്സ് എന്നുള്ളൊരു അബ്രിവേഷനിലേക്ക് വരുന്നത് 2010 ശേഷമാണ്. അപ്പോഴാണ് സൗത്ത് ആഫ്രിക്കയുടെ കടന്നുവരവ് മെമ്പർഷിപ്പിലേക്ക്. അപ്പൊ സൗത്ത് ആഫ്രിക്കയുടെ വരവിനും കൂടി ശേഷം അതിനെ ബ്രിക്സ് എന്നാണ് ഇപ്പൊ അറിയപ്പെടുന്നത്. ഓക്കെ, സോ ദ ബ്രിക്സ് സീക്സ് ടു ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് ബ്രിക്സ് എന്താണ്? ബ്രിക്സ് എന്ന് പറയുന്ന ഓർഗനൈസേഷന്റെ ഒബ്ജക്റ്റീവ് എന്താണ്? ദ ബ്രിക്സ് സീക്സ് ടു ഡീപ്പൺ, broaden and intensify cooperation within the grouping and among the individual countries for sustainable, equitable and mutually beneficial. ഓക്കെ, ദെൻ ഇതൊക്കെ ഒരു സെൽഫ് എക്സ്പ്ലനേറ്ററി ആണ്. അതാണ് ഞാൻ അധികം സമയം സ്പെൻഡ് ചെയ്ത് ഇവിടെ നിന്ന് ഓരോ വേർഡ് ബൈ വേർഡ് എക്സ്പ്ലെയിൻ ചെയ്യാൻ നിൽക്കാതെ ഐ എക്സ്പെക്ട് ദാറ്റ് യു പീപ്പിൾ മൈറ്റ് ഹാവിംഗ് ബേസിക് അണ്ടർസ്റ്റാൻഡിംഗ് അബൌട്ട് ദ കോൺസെപ്റ്റ് ഓഫ് ദി ബ്രിക്സ്, ദ സസ്റ്റൈനബിലിറ്റി, ദ കോൺസെപ്റ്റ് ഓഫ് ഇക്വിറ്റബിൾ, മ്യൂച്വൽ ബെനിഫിഷ്യൽ എന്നൊക്കെ പറയുന്ന കോൺസെപ്റ്റ്സിന്റെ ഒക്കെ നിങ്ങൾക്ക് ടേമുകളൊക്കെ നമ്മളുടെ ഈ പൊളിറ്റിയിലും അതേപോലെ തന്നെ IR ഒരുപാട് നമ്മൾ കേൾക്കുന്ന ടേമുകൾ തന്നെയാണ്. അപ്പൊ അതിനെക്കുറിച്ച് ഞാൻ ഒരുപാട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് തരേണ്ട ആവശ്യമുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. അതാണ് ഞാൻ സ്പീഡിൽ വായിച്ചു പോകുന്നത്. ദെൻ ബ്രിക്സ് ടേക്സ് ഇൻ ടു കൺസിഡറേഷൻ ഈച്ച് മെമ്പേഴ്സ് ഗ്രോത്ത്, ഡെവലപ്മെന്റ് ആൻഡ് പോവർട്ടി ഒബ്ജക്റ്റീവ്സ്. നമുക്കറിയാം ഒരുപാട് വലിയ മൾട്ടിലാറ്ററൽ ഓർഗനൈസേഷൻസ് ഒക്കെ ഉണ്ട്. ഇപ്പൊ UNG ഉണ്ട്, UNSC ഉണ്ട്, അല്ലെങ്കിൽ ഇപ്പോൾ UNO കംപ്ലീറ്റ്ലി യുണൈറ്റഡ് നേഷൻസ് ഓർഗനൈസേഷൻ ആസച്ച് ഉണ്ട്. അപ്പൊ ഇതിനകത്തൊക്കെ ഉള്ള സംഭവം എന്താണ്? അവിടെ വരുന്ന റെപ്രസെന്റേഷൻസും അവിടെ വരുന്ന ടേബിൾ ഡിസ്കഷൻസും എല്ലാം മോസ്റ്റ് ഓഫ് ദ ടൈം കൺസേണിങ് ദ ഡെവലപ്ഡ് നേഷൻസ് ആണ്, അല്ലെ? ഏറ്റവും കൂടുതൽ വോയിസ് ഉള്ളതും അല്ലെങ്കിൽ ഈ പറഞ്ഞുള്ള വീറ്റോ പവർ ഉള്ളതും അല്ലെങ്കിൽ ഒരു G5 കൺട്രീസിനകത്തും അല്ലെങ്കിൽ ആ ഒരു എന്താ പറയുക, ഒരു കൊളോണിയൽ പവർ ആയിട്ടിരുന്ന കൺട്രീസിനാണ് ഇപ്പോഴും ഒരു അതോറിറ്റി കൂടുതൽ വന്നിരിക്കുന്നത്. അപ്പോൾ അവരുടെ ആ ഒരു അതോറിറ്റി എക്സസൈസ് ചെയ്യുമ്പോൾ അപ്പോൾ സ്വാഭാവികമായിട്ടും ബാക്കിയുള്ള ഡെവലപ്പിംഗ് നേഷൻസിന്റെയോ അല്ലെങ്കിൽ ഈ ഏഷ്യൻ നേഷൻസിന്റെയോ
പല നേഷൻസിന്റെയും കൺസേൺസ് എന്ത് ചെയ്യാറില്ല, അഡ്രസ് ചെയ്യപ്പെടാതെ പോകുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാവാറുണ്ട്. അപ്പോൾ ആ ഒരു പ്രശ്നങ്ങളെയൊക്കെ കൗണ്ടർ ചെയ്യാനും കൂടി ഒരു റീജിയണൽ ഹെജിമോണി ഉണ്ടാക്കാനായിട്ടും, അല്ലെങ്കിൽ ആ ഒരു US സുപ്രീമസിനെ കൗണ്ടർ ചെയ്യാനൊക്കെ ആയിട്ടും ഒക്കെയാണ് ഈ ബ്രിക്സ് എന്ന് പറയുന്ന സംഘടന നിലവിൽ വന്നിരിക്കുന്നത്. അപ്പൊ നമ്മൾ ബ്രിക്സിൽ നോക്കുകയാണെങ്കിൽ US-ന്റെ എക്കാലത്തെയും വലിയ ശത്രുക്കൾ എല്ലാവരും ഇപ്പോൾ ഈ ബ്രിക്സിലെ മെമ്പേഴ്സ് ആയിട്ടുണ്ട്. ഇപ്പോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ റഷ്യ ബ്രിക്കിലൊരു ഫൗണ്ടിങ് മെമ്പറാണ്, ചൈന ബ്രിക്കിലൊരു ഫൗണ്ടിങ് മെമ്പറാണ്, അതേപോലെ ഇപ്പൊ ഇറാന്റെ പാർട്ടിസിപ്പേഷൻ. അപ്പോ ഇതിന്റെയൊക്കെ എന്താണ്, ഇപ്പൊ അമേരിക്കൻ അഡ്മിനിസ്ട്രേഷന്, ട്രംപ് അഡ്മിനിസ്ട്രേഷൻ ഇതൊക്കെ ചൊടിപ്പിച്ചിരിക്കുകയാണ്. ഹി ഹിംസെൽഫ് കോൾഡ് ദിസ് ബ്രിക് ആസ് ആൻ ആന്റി അമേരിക്കൻ ഓർഗനൈസേഷൻ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ ഈ ബ്രിക്സിൽ എസ്പെഷ്യലി ദ പ്രസൻസ് ഓഫ് റഷ്യ ആൻഡ് ചൈന, അത് US-നെ വളരെയധികം ഡിസ്റ്റർബ് ചെയ്യുന്ന ഒരു കാര്യമാണ്. അവരുമായിട്ടുള്ളൊരു ഒരു സ്ട്രാറ്റജിക് ഇൻട്രസ്റ്റിന്റെ ഭാഗമായിട്ട് ഇന്ത്യ അവരുമായിട്ടുള്ള ഒരു നെഗോസിയേഷൻസിലേക്ക് പോകുന്നത് ഒരിക്കലും US-ന് തീരെ താല്പര്യമില്ലാത്തൊരു കാര്യമാണ്. അപ്പൊ ബ്രിക്സും ക്വാഡും ഒരേപോലെ മെയിൻറ്റെയിൻ ചെയ്യുക എന്ന് പറയുന്ന ഒരു എന്താ പറയാ ഡിപ്ലോമാറ്റിക്, എന്താ പറയാ ഹൈ കേപ്പബിലിറ്റി അല്ലെങ്കിൽ ഡിപ്ലോമാറ്റിക് എഫിഷ്യൻസിയാണ് ശരിക്കും ഇന്ത്യ ഷോക്കേസ് ചെയ്യുന്നത്. ഒരു സൈഡിൽ നമ്മൾക്ക് ഈ പറഞ്ഞിട്ടുള്ള അമേരിക്കൻ റൈവൽസ് ആയിട്ടുള്ള അല്ലെങ്കിൽ അമേരിക്കയോട് ഹോസ്റ്റൈൽ ആയിട്ടുള്ള നേഷൻസ് ലൈക്ക് ഇറാൻ, റഷ്യ, ചൈനയായിട്ട് നമ്മൾ എവിടെ ഡീൽ ചെയ്യുന്നു, നമ്മൾ ബ്രിക്സിൽ ഡീൽ ചെയ്യുന്നു. അതേ സമയത്ത് നമ്മൾ എവിടെ എവിടെ ക്വാഡിൽ പോയിട്ട് ക്വാഡ്രിലാറ്ററൽ എഗ്രിമെന്റിൽ പോയിട്ട് ചൈന ആൻഡ് റഷ്യ ഹെജിമോണിക്കെതിരെ, അതായത് ആ ഒരു നേഷൻസിനെതിരെ US-ന്റെ ഒരു ലീഡർഷിപ്പിൽ വർക്ക് ചെയ്യുന്ന ഒരു എക്സസൈസ്, അല്ലെങ്കിൽ എക്സസൈസ്, മിലിറ്ററി എക്സസൈസ് എന്ന് പറഞ്ഞിട്ടില്ല ഒരിക്കലും ക്വാഡ്രിലാറ്ററൽ എഗ്രിമെന്റ് ഗ്രൂപ്പ് ഇങ്ങനെ ആ ഒരു ക്വാഡിനെ അതിന്റെ ഒരു സ്വഭാവം ഒരു ആന്റി ചൈന, ആന്റി റഷ്യ ഈ ഒരു ഇമേജ് ആണ്. അപ്പൊ ഇത് രണ്ടും ഒരേ സമയം ബാലൻസ് ചെയ്യുക എന്ന് പറയുന്ന ഒരു എഫിഷ്യന്റ് ടാസ്ക്, ഡിപ്ലോമാറ്റിക് എഫിഷ്യൻസി നമുക്ക് ശരിക്കും ഇന്ത്യൻ ഡിപ്ലോമസിയിൽ ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ഉദാഹരണമാണ് ദ ഇൻവോൾവ്മെന്റ് ഓഫ് SCO, ദ ഇൻവോൾവ്മെന്റ് ഓഫ് ബ്രിക്സ്, ദ ഇൻവോൾവ്മെന്റ് ഓഫ് ക്വാഡ്. അപ്പോൾ ഇതിന്റെയൊക്കെ ചോദിക്കുന്ന എന്താണ്, ഇന്ത്യയുടെ ഒരു ഐഡിയോളജിക്കൽ ഷിഫ്റ്റ് ആണ്. ഐഡിയോളജിക്കൽ ഷിഫ്റ്റ് എന്ന് പറയുമ്പോൾ എങ്ങനെയായിരുന്നു, ഒരു ബാക്ക് വെൻ വി വർ ജസ്റ്റ് ഇൻഡിപെൻഡന്റ് നേഷൻ, നമ്മൾ ഫോളോ ചെയ്തിരുന്നത് കുറച്ചുകൂടി ഒരു ഐഡിയോളജിക്കൽ ആയിട്ടുള്ള ഒരു ഫോറിൻ പോളിസികളായിരുന്നു. അപ്പൊ ഐഡിയോളജിക്കൽ ഫോറിൻ പോളിസിയിൽ നമ്മൾ നോക്കുന്ന സമയത്ത് ഒരു നോൺ അലൈൻമെന്റ് മൂവ്മെന്റും, അതേപോലെ തന്നെ നമ്മളുടെ പഞ്ചശീലവും, അങ്ങനെ കുറെ എന്താണ് ഒരു ഐഡിയ ഓറിയന്റഡ് ഗജറാൾ ഡോക്ട്രിൻ ഒക്കെ വരുമ്പോഴത്തേക്കും ഒരു ഐഡിയലിസം ആയിരുന്നു നമ്മൾ പോലും ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ ഇപ്പോ ആ ഐഡിയലിസത്തിനെ കുറച്ചുകൂടി നമ്മളുടെ ഐഡിയലിസം ബാക്ക്ഡ് ബൈ സ്ട്രാറ്റജിക് ഇൻട്രസ്റ്റ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിലേക്ക് ഊന്നിക്കൊണ്ടാണ് ഇപ്പോഴത്തെ എല്ലാ പ്രോസസ്സും ഫോളോ ചെയ്യുന്നത്. കാരണം ഇന്ത്യക്ക് ഇന്ത്യയുടെ റിയൽ പൊളിറ്റിക് ഉണ്ട്, അതേപോലെ സ്ട്രാറ്റജിക് ഇൻട്രസ്റ്റ് ഉണ്ട്. അപ്പൊ ഈ ഒരു സ്ട്രാറ്റജിക് ഇൻട്രസ്റ്റിനെ ഒന്നും റെസ്പെക്ട് ചെയ്യാതെ നമ്മൾ കുറെ ഐഡിയോളജികളെ കൊണ്ട് മാത്രം ഇരുന്ന് കഴിഞ്ഞാൽ നമ്മളുടെ പലപ്പോഴും നമ്മൾ ഫെയിലിയർ നേരിട്ടിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ എക്സാമ്പിൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ഒരു ഇനീഷ്യൽ ടൈമിൽ പെർമനന്റ് മെമ്പർഷിപ്പ് ഒക്കെ ഓഫറിങ് നടന്നതുള്ളതാണ്. അപ്പൊ ആ പെർമനന്റ് മെമ്പർഷിപ്പ് ഓഫറിംഗ് ഒക്കെ നമ്മൾ നിരസിച്ചത് വളരെ വലിയൊരു ബ്ലണ്ടർ ആയിട്ടാണ് ഈ പറഞ്ഞിട്ടുള്ള ഒരു ഡിപ്ലോമാറ്റിക് ഇന്റലക്ച്വൽസ് കാണുന്നത്, അല്ലെങ്കിൽ ഇന്റർനാഷണൽ റിലേഷൻസ് ഇന്റലക്ച്വൽസ് അതിനൊക്കെ ഒരു ബ്ലണ്ടർ ആയിട്ടാണ് ഇപ്പോഴും പോയിന്റ് ഔട്ട് ചെയ്യുന്നത്. അപ്പോൾ അതിനേക്കുള്ള ഒരു കാരണം നമ്മൾ ഒരിക്കലും നമ്മളുടെ ഒരു ഇൻട്രസ്റ്റിനെ വെച്ചുകൊണ്ട് നമ്മളൊരു ഡിപ്ലോമസി അല്ലെങ്കിൽ റൺ ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. റിയൽ പൊളിറ്റിക്കിലേക്ക് വരുമ്പോഴത്തേക്കും ഇപ്പോൾ ഓരോ നേഷൻസും, ഇപ്പൊ അമേരിക്ക നോക്കുകയാണെന്നുണ്ടെങ്കിൽ അമേരിക്കയുടെ മെഗാ പോളിസി, ദാറ്റ് ഈസ് മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗെയിൻ പോളിസി, അതേപോലെ തന്നെ പ്രൊട്ടക്ഷനിസ്റ്റ് റെജീംസ് ഒക്കെ വളരെ സ്ട്രോങ് ആയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ അതേപോലെ ഓരോ പൊളിറ്റിക്കൽ ബ്ലണ്ടേഴ്സും പൊളിറ്റിക്കൽ ഇമെച്യൂരിറ്റിയും ഇപ്പം US ഷോക്കേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ ഒരു സാഹചര്യത്തിൽ ബ്രിക്സ്, SCO പോലുള്ള സംഘടനകളുടെ ഇമ്പോർട്ടൻസും റോളും വളരെയധികം വലുതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു സംഘടനകളെ അപ്രോച്ച് ചെയ്യുമ്പോൾ ഇത്രയും വലിയൊരു സ്പെക്ട്രത്തിൽ നിന്ന് വ്യൂ ചെയ്തുകൊണ്ട് വേണം നമ്മൾ ബ്രിക്സിനെ പഠിക്കാനായിട്ട്. ബ്രിക്സിനെ വെറും ഒരു റീജിയണൽ ഗ്രൂപ്പിംഗ് എന്ന് പറയാതെ അതിന്റെ സിഗ്നിഫിക്കൻസ് എന്താണെന്ന് മനസ്സിലാക്കി കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും എന്തുകൊണ്ടാണ് US ബ്രിക്സിനെ ഇത്രയധികം എതിർക്കുന്നത് എന്നുള്ളത്. ഇപ്പോൾ ഒരു പെട്രോ ഡോളർ എഗ്രിമെന്റും കാര്യങ്ങളൊക്കെ നമ്മളിപ്പോൾ ഏറ്റവും കൂടുതൽ ചർച്ചയിൽ വന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. ഈവൻ ആഫ്റ്റർ ദറ്റ് നമ്മുടെ വെനിൻസുലൻ പ്രസിഡന്റിനെ അറസ്റ്റ് ചെയ്തതിനു ശേഷം ഈ ഒരു പെട്രോ ഡോളർ കോൺസെപ്റ്റ്സ് വളരെയധികം ഡിസ്കഷനിൽ വന്നുകൊണ്ടിരിക്കുന്ന ഒരു ഹോട്ട് ടോപ്പിക് ആണ്. അപ്പൊ ഇതിൽ നോക്കുമ്പോൾ ഈ ബ്രിക്സ് പോലുള്ള ഓർഗനൈസേഷൻസ് ഒരു ഡീഡോളറൈസേഷൻ എന്ന് പറയുന്ന ഒരു ഡ്രൈവിനെ കൊണ്ടുപോകുന്നു. ഡീഡോളറൈസേഷൻ എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഒരു ഇന്റർനാഷണൽ കറൻസി എല്ലാവരും അക്സെപ്റ്റ് ചെയ്തിട്ടിരിക്കുന്ന ഒരു രീതി എന്താണ്, നമ്മൾ ഡോളറിൽ എന്ത് പേയ്മെന്റും ചെയ്യാം, എന്ത് പേയ്മെന്റും അക്സെപ്റ്റ് ചെയ്യാം എന്നുള്ളൊരു സാധനമാണ്. അപ്പൊ ആ ഡോളറിന്റെ പേയ്മെന്റ്, ആ ഒരു ഡോളർ ഹെജിമോണിനെ കൗണ്ടർ ചെയ്തുകൊണ്ട് ഒരു റീജിയണൽ അല്ലെങ്കിൽ ഈ പറഞ്ഞിട്ടുള്ള ബൈലാറ്ററൽ കറൻസി എഗ്രിമെന്റ്സും കറൻസി സ്വാപ്പുകളും ഒക്കെ ഇപ്പോൾ വരുന്നുണ്ട് ബ്രിക്സ് നേഷൻസിനിടയിൽ. ഫോർ എക്സാമ്പിൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ റഷ്യ ആൻഡ് ഇന്ത്യ ബിറ്റ്വീൻ നമുക്കൊരു വോസ്ത്രോയും നോസ്ത്രോ അക്കൗണ്ട്സ് ഒക്കെ കുറിച്ചൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടാവും.
അപ്പോൾ ഈ നോസ്ട്രാക്കോൺസും വോസ്ട്രാക്കോൺസ് ഒക്കെ നമ്മൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ആ ഇന്റർനാഷണൽ റിലേഷൻസിനകത്ത് നമ്മൾ യൂസ് ചെയ്യുന്ന കറൻസിനെ ഡൊമസ്റ്റിക് കറൻസി ഉപയോഗിച്ചുകൊണ്ട് ബയലാറ്ററൽ ആയിട്ട് ട്രേഡ് ചെയ്യാനായിട്ടുള്ള ഒരു എഗ്രിമെന്റിലേക്ക് വരുമ്പോഴും അവിടെയും ക്വസ്റ്റ്യൻ ചെയ്യപ്പെടുന്നത് എന്താണ്? ഡോളറാണ്. ഇപ്പോൾ ഡോളർ ഈ പറഞ്ഞിട്ടുള്ളൊരു ഒരു ഇമ്മച്ചുവർ പൊളിറ്റിക്കൽ ഡിസിഷൻസും കാര്യങ്ങളിലേക്കൊക്കെ അമേരിക്ക പോകുമ്പോൾ അതിനെ അപ്പോൾ ഈ ഡോളറിനെ പെഗ് ചെയ്തുകൊണ്ട് ജീവിക്കുന്ന വേറെ നേഷൻസ് ഉണ്ട്, വേറെ കൺട്രീസും എക്കോണമീസ് ഉണ്ട്. അപ്പോൾ അവരുടെ എല്ലാം എന്ത് സംഭവിക്കും? അവരുടെ എല്ലാം ഈ പറഞ്ഞിട്ടുള്ള ഇക്കണോമിക് സ്റ്റെബിലിറ്റീനെ അത് അഫക്ട് ചെയ്യും. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു ഡീ ഡോളറൈസേഷൻ ഡ്രൈവ് വളരെയധികം സ്ട്രോങ് ആയിട്ട് നടക്കുന്നുണ്ട്. ഇൻ കേസ് ഈവൻ ഇഫ് ഈ ഡീ ഡോളറൈസേഷൻ അജണ്ട ഇന്ത്യ ശരിക്കും ഇത് ചെയ്തിട്ടുണ്ട്, നിരസിച്ചിട്ടുണ്ട്, അതിന്റെ ഒരു പ്ലാൻ ഒന്നും ബ്രിക്സിൽ ഇല്ല എന്നുള്ളൊരു കാര്യം. ബട്ട് സ്റ്റിൽ നമുക്ക് ഒന്ന് ക്ലോസ്ലി ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു അജണ്ട കൂടി വർക്ക് ചെയ്യുന്നത് നമുക്ക് ഇതിനകത്ത് സാധിക്കും. അപ്പോൾ ഇത്രയും വലിയൊരു സ്പ്രിസത്തിൽ നിന്നുകൊണ്ട് ഇത്രയും വലിയൊരു മാക്രോ ലെവൽ ഒരു അണ്ടർസ്റ്റാൻഡിങ് നടത്തിയതിന് ശേഷം മാത്രമാണ് നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള SCOയും ബ്രിക്സും പോലുള്ള ഓർഗനൈസേഷനെ കുറിച്ചിട്ട് പഠിക്കാവുള്ളൂ. അല്ലാതെ നമ്മൾ കുറെ ഫാക്ട്സ് മഗപ്പ് ചെയ്തതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് ഒരു അനാലിസിസിലേക്ക് എത്താനായിട്ട് സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ ഒരു 10 മിനിറ്റോളം എടുത്തിട്ട് ഇതിനെ ഇതേപോലെ ഡിസ്കഷനിലേക്ക് കൊണ്ടുവന്നത്. ഓക്കെ, നിങ്ങളുടെ സമയം കളഞ്ഞെങ്കിൽ സോറി. ബട്ട് സ്റ്റിൽ ഐ ബിലീവ് ഇത് നിങ്ങൾക്ക് വളരെയധികം യൂസ്ഫുൾ ആവും എന്നുള്ള ഒരു ഉറച്ച വിശ്വാസം എനിക്ക് ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇത്രയും സംസാരിച്ചത്. ഓക്കെ, now the third objective, that is BRICS, is emerging as a new and promising political diplomatic entity with diverse objectives far beyond the original objective of reforming the global financial order. Okay, so ഇതൊക്കെയാണ് നമുക്കൊരു ഒരു നോർമൽ റിട്ടൺ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത് ഇതൊക്കെയാണ്. Now let's discuss the significance of BRICS. ബ്രിക്സ് എന്ന് പറയുന്നത് ഏതൊക്കെ രാജ്യം, സിഗ്നിഫിക്കൻസിനേക്കാളും നമുക്ക് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ നോക്കേണ്ടത് ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഈ ഇതിനകത്തൊരു UPSC ലെവൽ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് എങ്ങനെയാണ്, ആരൊക്കെയാണ് മെമ്പർ എന്നുള്ളതാണ്. ഇയാൾ ഇന്ന കൺട്രി മെമ്പർ ആണോ, ഇത് ഈ കൺട്രി മെമ്പർ അല്ലേ എന്നുള്ളൊരു ചോദ്യവും കാര്യങ്ങളൊക്കെ വരും. സോ നമുക്ക് ബേസിക്സ് മുതൽ നോക്കിപ്പോവാം. സോ ബ്രിക് വാസ് എ ടേം കോയിൻഡ് ബൈ ബ്രിട്ടീഷ് ഇക്കണോമിസ്റ്റ് ജിം ഓനെയിൽ. അതായത് ഗോൾഡ്മാൻ സാക്സിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ഒരു ഇക്കണോമിസ്റ്റ് ആയിരുന്നു ജിം ആണ് ഈ പറഞ്ഞിട്ടുള്ള ബ്രിക് എന്നുള്ള ഒരു ടേമിനെ സജസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, 2001 ബ്രിക് എന്നുള്ള ഒരു ഓർഗനൈസേഷൻ നിലവിൽ വരുന്നത്. അപ്പോൾ ഒരു എമർജിംഗ് കൺട്രീസിന്റെ എക്കണോമീസ് ആയിട്ടുള്ള ബ്രസീൽ, റഷ്യ, ഇന്ത്യ ആൻഡ് ചൈന, ശരിക്കും പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു UNGA സബ്മിറ്റിനിടയിൽ ഈ രാജ്യങ്ങളുടെ എല്ലാം ഫോറിൻ മിനിസ്റ്റേഴ്സ് സംസാരിക്കുകയും അവർക്ക് ഇതിനകത്ത് നിന്ന് അവരുടെ ഒരു കോമൺ കൺസെൻസസ് ബിൽഡ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കുകയും ചെയ്തു. അപ്പോൾ അതിനെ അടിസ്ഥാനമാക്കിക്കൊണ്ടാണ് ശരിക്കും ഈ ബ്രിക് എന്നുള്ള ഒരു ഓർഗനൈസേഷൻ നിലവിലേക്ക് വരുന്നത്. സോ ദെൻ ബ്രിക് ബിഗാൻ ടു ഫംഗ്ഷൻ ആസ് എ ഫോർമൽ ഗ്രൂപ്പ് ഡ്യൂറിംഗ് ദി GAT ഔട്ട്റീച്ച് സബ്മിറ്റ് ഇൻ 2006 held its first summit in Russia. ഇത് നോട്ട് ചെയ്ത് വെച്ചോളൂ. അതായത് ബ്രിക്കിന്റെ ഫസ്റ്റ് സബ്മിറ്റ് നടത്തിയത് ഇന്ത്യയിലാണെന്നൊക്കെ ആയിരിക്കും UPSCയുടെ ക്വസ്റ്റ്യൻ വരുന്നത്. അല്ല, ഇന്ത്യയിലല്ല. ബ്രിക്കിന്റെ ഫസ്റ്റ് സബ്മിറ്റ് നടന്നത് എവിടെയാണ്? റഷ്യയിലാണ്. ഓക്കെ, ദെൻ അടുത്തൊരു ചോദ്യമായിട്ട് നമുക്ക് നോക്കാൻ പറ്റുന്നത് എന്താണ്, സൗത്ത് ആഫ്രിക്ക ഒരു ഫൗണ്ടിങ് മെമ്പർ ആണോ എന്നുള്ളതാണ്. സൗത്ത് ആഫ്രിക്ക ഒരു ഫൗണ്ടിങ് മെമ്പർ അല്ല. സൗത്ത് ആഫ്രിക്ക 2010 ജോയിൻ ചെയ്യുന്നത്. 2001 ഈ ഒരു കോൺസെപ്റ്റ് റെപ്രസെന്റേറ്റീവ്സ് ആയിട്ട് ഒരു എലാബറേഷൻ നടക്കുന്നത്. ബട്ട് സ്റ്റിൽ 2010 സൗത്ത് ആഫ്രിക്ക കൂടി ഒരു മെമ്പറായി വരുന്നത്. ഓക്കെ, സോ ഇനീഷ്യലി 5 മെമ്പേഴ്സ് ആയിരുന്നു. ദേ ആർ ബ്രസീൽ, റഷ്യ, ഇന്ത്യ, ചൈന ആൻഡ് സൗത്ത് അമേരിക്ക. പക്ഷെ 2024 എന്ത് സംഭവിച്ചു? ഇതിനൊരു എക്സ്പാൻഷൻ സംഭവിച്ചു എന്ന് പറയുമ്പോൾ ഇറാൻ, UAE, ഈജിപ്റ്റ് ആൻഡ് എത്യോപ്യ എന്തായി? ഇവർ ജോയിൻ ചെയ്തു. ഇത്രയും കൺട്രീസും കൂടി ബ്രിക്സിലെ മെമ്പേഴ്സായി. ദാറ്റ് ഈസ്, ഇത് നോട്ട് ചെയ്യണം, ഇതൊരു ക്വസ്റ്റൻ ആയിട്ട് വരാം. ഒരു 6-7 രാജ്യങ്ങളുടെ പേര് വന്നിട്ട് വിച്ച് അമംഗ് ദ ഫോളോയിങ് ആർ ബ്രിക് മെമ്പർ നേഷൻസ് എന്ന് ചോദിക്കാനെങ്കിൽ തെറ്റൊന്നുമില്ല. UPSCക്ക് ചോദിച്ച ചരിത്രമുണ്ട്, ഇനി അവർ ചോദിക്കില്ലായികയില്ല, ചോദിക്കുകയും ചെയ്യും. ഓക്കെ, സോ ഈ പറഞ്ഞിട്ടുള്ള മെമ്പേഴ്സിൽ ആരൊക്കെയാണ് ബ്രിക് മെമ്പേഴ്സ് എന്നുള്ളൊരു ചോദ്യം വരാം. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇനീഷ്യൽ 5 മെമ്പേഴ്സ് പ്ലസ് ഇറാൻ, UAE, ഈജിപ്റ്റ്, എത്യോപ്യ. ഓക്കെ, ആഫ്രിക്കൻ അറബ് നേഷൻസിനാണ് കുറച്ചുകൂടി പ്രാധാന്യം കൊടുത്തിരിക്കുന്നത്, നമുക്ക് ഇതിനകത്ത് മനസ്സിലാവും. ദെൻ നമ്മൾ നോക്കുകയാണെങ്കിൽ ഏറ്റവും ലേറ്റസ്റ്റ് മെമ്പർ ആരാണ്? ഇന്തോനേഷ്യയാണ്. ഏറ്റവും ലേറ്റസ്റ്റ് മെമ്പർ ഇൻ ബ്രിക് എന്ന് പറയുന്നത് ഇന്തോനേഷ്യയാണ്. ഇത് കൂടാതെ കറന്റ്ലി സൗദി അറേബ്യ മെമ്പർഷിപ്പ് എടുക്കുന്നതിനെ കുറിച്ചിട്ടുള്ള ഡിസ്കഷൻസും കാര്യങ്ങളും നടക്കുന്നു. അതേപോലെ അർജന്റീന ഇനീഷ്യലി ഇൻട്രസ്റ്റ് കാണിച്ചു, ബട്ട് പിന്നീട് അത് ബാക്ക് ഡ്രോപ്പ് ചെയ്യുമായിരുന്നു. അർജന്റീന ബാക്ക് ഡ്രോപ്പ് ചെയ്തു, പ്ലാൻ ഇല്ല എന്നുള്ള രീതിയിൽ തന്നെ പറഞ്ഞു. സോ ഇതാണ് നമ്മളുടെ ഒരു മെമ്പർഷിപ്പിനെ കുറിച്ച് നമുക്ക് പഠിക്കാനുള്ളത് ബ്രിക്കുമായി സംബന്ധിച്ചിടത്തോളം. ക്വസ്റ്റ്യൻസ് ചോദിക്കാം, വളരെ പ്രൊബബിൾ ആയിട്ട് ക്വസ്റ്റ്യൻസ് വരാൻ പറ്റുന്ന ഒരു ഏരിയ ആണ്. സോ നല്ല തരവായിട്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, വായിച്ച് മനസ്സിലാക്കുക. നിങ്ങൾ മനസ്സിലാക്കേണ്ട വേറൊരു കാര്യം, ഇതിൽ നിങ്ങളുടെ ഈ ഒരു PDF കാര്യങ്ങളും നിങ്ങളുടെ ടെലഗ്രാമിൽ അവൈലബിൾ ആണ്, നിങ്ങളത് യൂസ് ചെയ്യണം. ഓക്കെ, സോ ഇതാണ് മെമ്പർഷിപ്പിനെ കുറിച്ച് പറയാനുള്ളത് ബ്രിക്സിന്റെ. ദെൻ
നമുക്ക് നോക്കാം വാട്ട് ആർ ദ സിഗ്നിഫിക്കൻസ്. അപ്പൊ ഇത്രയും മെമ്പേഴ്സ് ഉണ്ട് അല്ലേ. അപ്പൊ ഈ ഒരു മെമ്പേഴ്സ് ആരൊക്കെയാണ് എന്നുള്ളൊരു അനുസരിച്ചിരിക്കും നമ്മളുടെ ഈ ഒരു ഓർഗനൈസേഷന്റെ സിഗ്നിഫിക്കൻസ് എന്ന് പറയുന്നത്. ഇപ്പൊ ബ്രിക്സിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പോപ്പുലസ് ആയിട്ടുള്ള 3 രാജ്യങ്ങളാണ് ഇന്ത്യ ഈ പറഞ്ഞിട്ടുള്ള ബ്രിക്സിലെ മെമ്പർഷിപ്പ് ആയിട്ട് വന്നിരിക്കുന്നത്. ഏറ്റവും ലോകത്ത് തന്നെ പോപ്പുലസ് ആയിട്ടുള്ള കൺട്രി ആയിട്ടുള്ള ഇന്ത്യ, ദെൻ ചൈന, ദെൻ ഇന്തോനേഷ്യ. ഇവരൊക്കെ വളരെയധികം എന്താണ് പോപ്പുലസ് ആയിട്ടുള്ള കൺട്രീസ് ആണ്. അതേപോലെ തന്നെ എന്താ ഒരു ഡെവലപ്പിംഗ് കൺട്രീസ് ആണ്. ഇപ്പൊ നമ്മളുടെ ഈ ഇന്റർനാഷണൽ റിലേഷൻസിൽ നമ്മൾ ഗ്ലോബൽ സൗത്തിനെ കുറിച്ചും ഗ്ലോബൽ നോർത്തിനെ കുറിച്ചൊക്കെ പറയും. ഇപ്പൊ ഗ്ലോബൽ സൗത്ത് എന്ന് പറഞ്ഞാൽ ഒരിക്കലും ജോഗ്രഫിക്കലി സൗത്തിൽ കിടക്കുന്ന രാജ്യങ്ങളല്ല. ഗ്ലോബൽ സൗത്ത് എന്ന് ഉദ്ദേശിക്കുന്നത് ഒരു ടേം ആണ്. അതായത് ഒരു ഡെവലപ്പിംഗ് എക്കണോമീസിനെയും അണ്ടർ ഡെവലപ്ഡ് എക്കണോമീസിനെയും ഒക്കെ ഒരു കളക്റ്റീവ്ലി റെപ്രസെന്റ് ചെയ്യുന്ന ഒരു ഇന്റർനാഷണൽ ഡിപ്ലോമാറ്റിക് ടേം ആണ് എന്ത് ഈ പറഞ്ഞിട്ടുള്ള ഗ്ലോബൽ സൗത്ത് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഗ്ലോബൽ സൗത്തിന് വളരെയധികം റെപ്രസെന്റേഷൻ കിട്ടുന്ന ഒരു ഓർഗനൈസേഷൻ കൂടിയാണ് ഈ ബ്രിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ അതിന്റെ ലീഡർഷിപ്പ് പൊസിഷനിലേക്ക് ഒക്കെ ഇന്ത്യ എത്തുന്നു. ബട്ട് സ്റ്റിൽ അവിടെ ഇന്ത്യയുടെ ലീഡർഷിപ്പ് പൊസിഷനെ ക്വസ്റ്റ്യൻ ചെയ്തുകൊണ്ട് അവിടെ US ഉണ്ട്, അവിടെ റഷ്യ ഉണ്ട്, ചൈന ഉണ്ട്. ബട്ട് സ്റ്റിൽ നമുക്ക് ഇന്ത്യക്ക് വളരെയധികം ഒരു സേ ഉള്ള ഒരു ഓർഗനൈസേഷൻ തന്നെയാണ് ഈ ബ്രിക്സ് എന്ന് പറയുന്നത്. സോ നമ്മൾ മനസ്സിലാക്കേണ്ട എന്താണ്, ടോട്ടൽ പോപ്പുലേഷന്റെ ഏകദേശം 45% എവിടെയാണ് ബ്രിക്സിൽ ഉണ്ട് എന്നാണ് പറയുന്നത്. ദെൻ ഗ്ലോബൽ GDPയുടെ 37.3%. ഇത് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കണം. ഇത് നിങ്ങൾക്ക് ബ്രിക്സുമായിട്ട് സംബന്ധിച്ച് ഒരു ക്വസ്റ്റ്യൻ വരുമ്പോൾ നിങ്ങൾക്ക് ഇൻട്രൊഡക്ഷൻ ആയിട്ട് എഴുതാം. അല്ലാതെ നിങ്ങളുടെ ബോഡി പാർട്ടിലെ സിഗ്നിഫിക്കൻസ് എന്നുള്ളൊരു സ്റ്റൈലിലുള്ള ബോഡി ആണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു കാര്യങ്ങളൊക്കെ കോട്ട് ചെയ്യാം. അതിൽ ഏറ്റവും ആദ്യം നിങ്ങൾക്ക് കോട്ട് ചെയ്യാൻ പറ്റുന്നത് എന്താണ്, 45% ഗ്ലോബൽ പോപ്പുലേഷൻ റെപ്രസെന്റേഷൻ ഇൻ ദ 37.3% ഓഫ് ദി ടോട്ടൽ GDP ഈ പറയുന്ന ബ്രിക് നേഷൻസിൽ നിന്നുണ്ട്. ദെൻ GDP ബൂസ്റ്റ് ഒക്കെ കൂടാനുള്ള കാരണം എന്താണ്, ഇതിനകത്ത് റഷ്യയും ചൈനയും ഇന്ത്യയും ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഒരു ബ്രസീലും ഒക്കെ ഉള്ളപ്പോൾ തന്നെ നല്ല രീതിയിൽ റെപ്രസെന്റേഷൻ, UAE ഒക്കെ ഉള്ളപ്പോൾ തന്നെ നല്ല രീതിയിൽ ഒരു GDP കോൺട്രിബ്യൂഷൻസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ദെൻ ഈ പറഞ്ഞിട്ടുള്ള ഒരു ഓർഗനൈസേഷൻ വൈസ് നോക്കുമ്പോൾ G7 ഏകദേശം റെപ്രസെന്റ് ചെയ്യുന്നത് വെറും 29.3% ഓഫ് ദി GDP ആണ്. വെറും 29% GDP മാത്രമാണ് G7 നേഷൻസ് റെപ്രസെന്റ് ചെയ്യുന്നത്. വെൻ ഇറ്റ് കംസ് ടു ദി EU ഇറ്റ് ഈസ് ലൈക്ക് ജസ്റ്റ് ലെസ് ദാൻ 14% സംതിങ്. അപ്പോൾ വെൻ വി കമ്പയർ ദിസ് ടു വിത്ത് നമ്മളുടെ ഈ പറഞ്ഞിട്ടുള്ള നമ്മുടെ ബ്രിക്സ്, ഇറ്റ് ഈസ് ലൈക്ക് മോർ ദാൻ 35%. അതായത് 37.3% GDP എവിടെയാണ് വരുന്നത്, ഈ പറഞ്ഞ ബ്രിക് നേഷൻസിന്റെ ഇതിനകത്താണ് കോൺട്രിബ്യൂഷൻ എന്നാണ് വരുന്നത്. ഓക്കെ, ദെൻ ഇത് പറയുന്നത് ഇറാനും ഈ പറഞ്ഞിട്ടുള്ള സൗദി അറേബ്യയും UAEയും ജോയിനിങ് ചെയ്യുന്നതിന് മുന്നെയാണ്. ദെൻ അവരുടെ കൂടിയുള്ള സൗദി അറേബ്യയുടെ കൺഫേം ആയിട്ടില്ല. വൺസ് സൗദി അറേബ്യ കൂടി ഒരു ഒഫീഷ്യൽ മെമ്പർഷിപ്പ് എടുത്തു കഴിഞ്ഞാൽ എന്താണ് ഈ 37 എന്ന് പറയുന്നത് 44% എന്നുള്ള രീതിയിലേക്ക് മാറും. ഓക്കെ, അപ്പൊ ഇത്രയും വലിയ ഒരു ഓർഗനൈസേഷൻ, ഇത്രയും വലിയൊരു എക്കണോമിക്കൽ ഇമ്പോർട്ടൻസ് ഉള്ള ഒരു ഓർഗനൈസേഷൻ, ഇത്രയും വലിയ ഒരു പോപ്പുലേഷൻ റെപ്രസെന്റേഷൻ, ഡെമോഗ്രഫിക് റെപ്രസെന്റേഷൻ, ഡെമോക്രസി ഉള്ള ഒരു ഓർഗനൈസേഷൻ. ഇപ്പൊ ഡെമോക്രസി, അപ്പൊ നമുക്കൊരു ക്വസ്റ്റ്യൻ വേണമെങ്കിൽ ഇങ്ങനെ ജസ്റ്റ് ഒരു ഞാൻ ഔട്ട് ഓഫ് ദി ബ്ലൂ ഒന്ന് ഫ്രെയിം ചെയ്യുവാണ്. ദാറ്റ് ഈസ് ലൈക്ക് നമ്മളുടെ എല്ലാ നേഷൻസും ഡെമോക്രസി ആണോ ബ്രിക്സിൽ വരുന്നത് എന്നുള്ളൊരു ചോദ്യം വന്നു കഴിഞ്ഞാൽ നമുക്ക് അവിടെ UAE വരുന്നുണ്ട്. UAE ഒരിക്കലും ഒരു ഡെമോക്രാറ്റിക് നേഷൻ അല്ല. അപ്പോൾ ആ ഒരു കാര്യങ്ങൾ കൂടി നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് മനസ്സിലാക്കി പോവാം. ഓക്കെ, ദെൻ നമുക്ക് അടുത്തത് നോക്കാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ഒരു കൺസ്ട്രക്റ്റീവ്, ദർ ഇസ് സംതിങ് കോൾഡ് കൺസ്ട്രക്റ്റീവ് എൻഗേജ്മെന്റ്. ദ ടേം കോൾഡ് കൺസ്ട്രക്റ്റീവ് എൻഗേജ്മെന്റ് ഇൻ ഡിപ്ലോമസി. ഡിപ്ലോമസിയിലെ ഒരു വാട്ട് ഈസ് ദ അൾട്ടിമേറ്റ് പർപ്പസ് ഓഫ് ഡിപ്ലോമസി? അപ്പൊ നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? ഒന്ന് പോസ് ചെയ്തിട്ടൊന്ന് ആലോചിച്ച് നോക്കൂ. നമ്മൾ ഈ വീഡിയോ കേൾക്കുന്ന അല്ലെങ്കിൽ ഈ പറഞ്ഞിട്ടുള്ള അനാലിസിസ് കേൾക്കുന്ന പലരും ഈ പറഞ്ഞ പോലെ ഒരു IFS ആംബിഷൻസും കാര്യങ്ങളൊക്കെ ഉള്ള ആൾക്കാരാണ്. അപ്പൊ നിങ്ങളുടെ ഇതിനകത്തൊരു ഫോറിൻ പോളിസിയില് ഡിപ്ലോമസി എന്ന് പറയുന്ന കാര്യത്തിന് അല്ലെങ്കിൽ ആ ഒരു സെഗ്മെന്റിന് എന്താണ് റോള് എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഇപ്പൊ ഡിപ്ലോമസി എന്ന് പറയുന്ന സാധനം, ഇതിന്റെ അൾട്ടിമേറ്റ് എയിം എന്ന് പറയുന്നത് എന്താ? ഒരു എലിമിനേഷൻ ഓഫ് വാർ ആണ് അല്ലെ. വാറിനെ മാക്സിമം മാറ്റി നിർത്തുക. വൺ ഓഫ് ദി പ്രൈമറി മോട്ടീവ് ഓഫ് ഡിപ്ലോമാറ്റിക് റിലേഷൻ എന്ന് പറയുന്നത് ഒരു വാറിലേക്ക് പോവാതെ കാര്യങ്ങളെ നെഗോസിയേറ്റ് ചെയ്ത് ഒരു കൺസെൻസിലൂടെ വന്ന് നമ്മൾ എന്ത് ചെയ്യുക, ഒരു മീഡിയേഷൻസിലേക്ക് വന്ന് നമുക്ക് കാര്യങ്ങളെ സോൾവ് ചെയ്യുക എന്ന് പറയുന്നത് വൺ ഓഫ് ദി ഇമ്പോർട്ടന്റ് ആണ്. അൾട്ടിമേറ്റ് എയിം ഓഫ് ഡിപ്ലോമസി ഈസ് ടു പ്രൊട്ടക്ട് ദി സ്ട്രാറ്റജിക് ഇൻട്രസ്റ്റ് ഓഫ് ദി നേഷൻ എന്നുള്ളത് തന്നെയാണ്. ബട്ട് സ്റ്റിൽ നമുക്ക് ഇങ്ങനത്തെ കാര്യങ്ങൾ കൂടി ഉണ്ട്, റൈറ്റ്? അപ്പോ നമ്മളൊരു വെൻ വി ആർ ലുക്കിംഗ് അറ്റ് ദി നമ്മുടെ 2017-18 ടൈമിൽ നമ്മൾ ഡോക്ലാം പ്ലേറ്റ് ഇഷ്യൂ ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ ഇന്ത്യ, ഭൂട്ടാൻ, ചൈന ട്രൈ ജംഗ്ഷൻ ആണ് ഈ ഡോക്ലാം പ്ലേറ്റ് എന്ന് പറയുന്നത്.
വളരെ മനോഹരമായിട്ടുള്ളൊരു സ്ഥലമാണ്. അപ്പോൾ ഈ ഡോക്ലാം പ്ലേറ്റൂവിൽ എന്ത് സംഭവിച്ചിട്ടുണ്ട്, ഒരു സ്റ്റാൻഡ് ഓഫ് നടന്നിട്ടുണ്ട്. ഇന്ത്യ ചൈന ഇന്ത്യ വേഴ്സസ് ചൈനീസ് പോലീസ്, ചൈനീസ് ഫോഴ്സസ്, ബോർഡർ ഫോഴ്സസും ആയിട്ട് ഒരു സ്റ്റാൻഡ് ഓഫ് നടന്നിട്ടുണ്ട്. അപ്പോൾ ആ സമയത്തെ എൻഗേജ്മെന്റും കാര്യങ്ങളൊക്കെ എന്തായി, ഒരു ന്യൂട്രൽ ആയിട്ട് ബ്രിക്സ് എന്ത് ചെയ്തു, ഒരു നോൺ വെസ്റ്റേൺ, പൊതുവേ ഈ പറഞ്ഞിട്ടുള്ള ഇപ്പൊ തന്നെ ആണെങ്കിൽ നമ്മൾ കേൾക്കാറുണ്ട് അല്ലെ, ട്രംപ് വന്നിട്ട് പറയുന്നു, ഓക്കെ, ഐ മീഡിയേറ്റഡ് ദ വാർ ബിറ്റ്വീൻ ചൈന സോറി വാർ ബിറ്റ്വീൻ India and Pakistan. I mediated the war between so and so country. I mediated the war between Armenia, അൾജീരിയ, അസർബൈജാൻ. ഇപ്പോൾ നമ്മുടെ നമ്മുടെ ഇഷ്യൂസ് ഒക്കെ സോൾവ് ചെയ്യുന്നു ഞാനാണെന്നൊക്കെ ഒരു പുള്ളി പറയുന്നുണ്ട്, ക്ലെയിം ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ ക്ലെയിമുകളെല്ലാം ഒരു വെസ്റ്റേൺ നെഗോസിയേഷൻസ്, ഒരു വെൻ വി ആർ തിങ്കിങ് അബൌട്ട് ദി ഫോറിൻ പോളിസീസ് ഹാപ്പനിങ് ഇൻ 1950s to 1990s, ഇറ്റ് ഈസ് ലൈക്ക് മോർ ഓഫ് എ എൻഗേജ്മെന്റ് ബൈ ദി വെസ്റ്റേൺ ഫോഴ്സസ്. ഇപ്പോൾ വെസ്റ്റേൺ ഫോഴ്സസിനാണ് കൂടുതലും ഈ നെഗോസിയേറ്റിംഗ് സ്കില്ലുള്ളത്. കാരണം അവർക്കാണ് എപ്പോഴും ഒരു ഇക്കണോമിക് സുപ്പീരിയോറിറ്റിയും പൊളിറ്റിക്കൽ സുപ്പീരിയോറിറ്റിയും മിലിറ്ററി സുപ്പീരിയോറിറ്റി ഒക്കെ കൂടുതലായിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ എപ്പോഴും ഒരു വെസ്റ്റേൺ നേഷൻസിന്റെ ഒരു മീഡിയേഷനിലാണ് പലപ്പോഴും നെഗോസിയേഷൻസും കാര്യങ്ങളും ഡിപ്ലോമാറ്റിക് എൻഗേജ്മെന്റ്സും കാര്യങ്ങളൊക്കെ നടക്കാറ്. പക്ഷേ ദ തിങ്സ് ഹാവ് ബീൻ ചേഞ്ച്ഡ്. ബ്രിക്സിന്റെ എസ്റ്റാബ്ലിഷ്മെന്റിന് ശേഷം ഈ ഡോക്ലാം ഇഷ്യൂ ഒക്കെ സോൾവ് ചെയ്യുന്നത് ബ്രിക്സിലാണ്. സോ അതിങ്ങനെ നമുക്കൊരു പോസിറ്റീവ് കൺസ്ട്രക്റ്റീവ് എൻഗേജ്മെന്റിനും അത് നമുക്ക് വളരെയധികം സാധ്യമായി. പിന്നെ അടുത്ത ഏറ്റവും, നമ്മളിപ്പോൾ ഒരു ഏതൊരു ഓർഗനൈസേഷൻ നോക്കിയാലും അതിന്റെ വൺ ഓഫ് ദി അജണ്ട എന്ന് പറയുന്നത് എന്താണ്, ഗ്ലോബൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിനകത്ത് റിഫോംസ് വേണം. കാരണം ഇപ്പോൾ ഗ്ലോബൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിനകത്ത് റിഫോംസ് വേണമെന്ന് പറയാനാണെങ്കിൽ ഇപ്പൊ നമ്മൾ UNSCയുടെ ഫെയിലിയറിനെ കുറിച്ച് ചോദിച്ചാൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന, കഴിഞ്ഞ 5 വർഷമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന റഷ്യ ഉക്രൈൻ വാർ നമുക്ക് സുന്ദരമായിട്ട് കോട്ട് ചെയ്യാൻ പറ്റും. ഇത് റഷ്യ ഉക്രൈൻ വാർ നടക്കുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്, അവിടെ UNSC സ്ട്രോങ് അല്ല എന്ന് തന്നെയാണ്. ദെൻ ഈ സ്ട്രോങ് അല്ല എന്ന് പറയുന്നതിനെക്കാട്ടിലും കൂടുതൽ എന്തൊക്കെയോ സ്ട്രക്ചറൽ ഇഷ്യൂസ് UNSC ഫേസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അത് നമുക്ക് എന്ത് ചെയ്യണം, നമുക്ക് അതൊന്ന് റെഡിയാക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾക്ക് അതേപോലെ UNGA പ്രശ്നം, ഈ പറഞ്ഞുള്ള പെർമനന്റ് മെമ്പർഷിപ്പിന്റെ കാര്യങ്ങൾ നോക്കണം. വീറ്റോ പവറിന്റെ റിഫോർമേഷൻസ് വേണം. അപ്പോൾ പല നേഷൻസ് എക്സെപ്റ്റ് ചൈന എന്ത് ചെയ്യാറുണ്ട്, പലപ്പോഴും ഇന്ത്യയുടെ ഈ പറഞ്ഞുള്ള പെർമനന്റ് മെമ്പർഷിപ്പിന് വേണ്ടിയിട്ട് സപ്പോർട്ട് ചെയ്യാറുണ്ട്. ഓക്കെ, ദെൻ ഇൻക്ലൂസിവിറ്റി ആൻഡ് ഗ്ലോബൽ എൻഗേജ്മെന്റ്. ഞാൻ പറഞ്ഞു നമ്മുടെ ഗ്ലോബൽ സൗത്തിനെ കുറിച്ചും അണ്ടർ ഡെവലപ്ഡ് ആയിട്ടുള്ള നേഷൻസിന്റെ റെപ്രസെന്റേഷനെ കുറിച്ചും ആ ഒരു എന്താ പറയുക, ഒരു ഗ്ലോബൽ സൗത്ത് ഫേസ് ചെയ്യുന്ന പ്രോബ്ലംസിനെ കുറിച്ചും ഒക്കെ ഡിസ്കസ് ചെയ്യാനായിട്ടുള്ള ഒരു പ്രോപ്പർ പ്ലാറ്റ്ഫോം തന്നെയാണ് ബ്രിക്സ് എന്ന് പറയുന്നത്. ദെൻ നമ്മുടെ ഒരു എമർജിംഗ് ആയിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ ആൻഡ് എക്കണോമിക്കൽ ബ്ലോക്കും ബ്രിക്സിന്റെ കയ്യിൽ ഉണ്ട്. ഓക്കെ, യെസ്. ദെൻ importance for India. India can benefit from collective strength of BRICS by way of consultation, cooperation, economic issues of mutual interest as well as tropical global issues. Okay, സോ ഇതെല്ലാം നമ്മളൊന്ന് ജസ്റ്റ് റീഡ് ചെയ്യുക. ഞാൻ വേർഡ് ബൈ വേർഡ് എക്സ്പ്ലെയിൻ ചെയ്ത് തരേണ്ട കാര്യമില്ല. ഐ ബിലീവ് നിങ്ങൾക്ക് ഇപ്പോൾ ഏകദേശം ഇതിനെക്കുറിച്ചിട്ടൊക്കെ ഒരു ധാരണ വന്നു എന്ന് വിചാരിക്കുന്നു. ഓക്കെ, ദെൻ നമുക്ക് നോക്കേണ്ട ഒരു മേജർ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഡിക്ലറേഷൻ ഫോർട്ട്സെല ഡിക്ലറേഷൻ ആണ്. അത് പലപ്പോഴായിട്ട് UPSC ചോദിച്ചിട്ടുണ്ട്. ദാറ്റ് ഈസ് ഫോർട്ട്സെല ഡിക്ലറേഷൻ. അതായത് ബ്രിക്സിന്റെ ബാങ്കാണ് ന്യൂ NDB എന്ന് പറയുന്നത്. ബ്രിക്സ് എസ്റ്റാബ്ലിഷ് ചെയ്തതിനു ശേഷം ബ്രിക്സിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ബാങ്കിന്റെ പേരാണ് NDB എന്ന് പറയുന്നത്. ബ്രിക്സിന് വേണ്ടിയിട്ടെന്ന് പറയാൻ പറ്റില്ല, ബ്രിക്സിന്റെ മേൽനോട്ടത്തിൽ അല്ലെങ്കിൽ ബ്രിക്സിന്റെ സൂപ്പർവിഷനിൽ വരുന്ന ഒരു ബാങ്കാണ് NDB എന്ന് പറയുന്നത്. ഓക്കെ, സോ അത് 2014 ഓക്കെ, ഫോർട്ട്സെല ബ്രസീലിലുള്ള ലൊക്കേഷനാണ്. ത്രൂ ഫോർട്ട്സെല ഡിക്ലറേഷൻ ദ ന്യൂ ഡെവലപ്മെന്റ് ബാങ്ക് വാസ് എസ്റ്റാബ്ലിഷ്ഡ്. ഓക്കെ, then some facts about New Development Bank. The New Multilateral Development Bank for mobilizing resources for infrastructure and sustainable development projects in the emerging markets and developing countries. Okay, then members നമ്മൾ നോക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മളുടെ ഈ ബ്രിക്കിൽ ഇല്ലാത്ത 1-2 ആൾക്കാർ NDBയിൽ മെമ്പേഴ്സാണ്. ഒരാളാണ് അൾജീരിയ, വേറെ ആൾ ബംഗ്ലാദേശ്. ബംഗ്ലാദേശ് ബ്രിക്സിലില്ല, പക്ഷെ ബംഗ്ലാദേശ് ഈസ് എ മെമ്പർ ഇൻ NDB. അത് നമ്മൾ നോക്കി വെക്കണേ. അതേപോലെ തന്നെ അൾജീരിയ ആണ് ഏറ്റവും ലേറ്റസ്റ്റ് മെമ്പർ. നമ്മുടെ ബ്രിക്സിലെ ഏറ്റവും ലേറ്റസ്റ്റ് മെമ്പർ ഇന്തോനേഷ്യയും ഇവിടെ NDBയിലെ ഏറ്റവും ലേറ്റസ്റ്റ് മെമ്പർ അൾജീരിയയാണ്. ഓക്കെ, ദെൻ നമുക്കൊരു പ്രൊജക്ട്, ഇപ്പോൾ NDB ചെയ്യുന്ന ഒരു മേജർ ആയിട്ടുള്ള ഒരു കാര്യം അല്ലെങ്കിൽ റെവല്യൂഷണറി ആയിട്ടുള്ള ഒരു പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ IMFന്റെ ഒരു ഫെസിലിറ്റി ഉണ്ട്, റാപ്പിഡ് ക്രെഡിറ്റ് ഫെസിലിറ്റി എന്നൊക്കെ പറഞ്ഞിട്ട് UPSC പ്രിലിംസിന് ചോദിച്ചിട്ടുണ്ട്. അതായത് ഒരു നേഷന് BOP ക്രൈസിസ് വരുന്ന സമയത്ത്, ബാലൻസ് ഓഫ് പേയ്മെന്റ് ക്രൈസിസ് വരുന്ന സമയത്ത് എന്ത് ചെയ്യുന്നു, ഒരു ക്രെഡിറ്റ് ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്യുന്നു IMF. അതിനെയാണ് എന്ത് പറയുന്നത്, ഈ റാപ്പിഡ് ക്രെഡിറ്റ് ഫെസിലിറ്റി എന്ന് പറയുന്നത്. സ്റ്റാൻഡിംഗ് മാർജിനൽ ഫെസിലിറ്റി, അങ്ങനെ കുറേ പരിപാടികളുണ്ട്. സ്റ്റാൻഡിംഗ് മാർജിനൽ ഫെസിലിറ്റി RBIയുടെ ആണ്. വേറെ ഒരുപാട് ഇൻസ്റ്റെബിലിറ്റി, BOP ക്രൈസിസ് വരുന്ന സമയത്ത് ഹെൽപ്പിംഗ് ഹാൻഡ് ആയിട്ടും, അതായത് ലോങ് ടേം ആയിട്ടും ഷോർട്ട് ടേം ആയിട്ടും IMF എന്ത് ചെയ്യാറുണ്ട്, ലോൺസ് പ്രൊവൈഡ് ചെയ്യാറുണ്ട്. പക്ഷെ അങ്ങനെ പ്രൊവൈഡ് ചെയ്യുന്ന ലോണ്
അങ്ങനെ പ്രൊവൈഡ് ചെയ്യുന്ന ലോണിൽ ഒരുപാട് ക്രൈറ്റീരിയാസ് അവർ പ്ലേസ് ചെയ്യും. അപ്പോൾ ആ ക്രൈറ്റീരിയാസിനെ അടിസ്ഥാനമാക്കി നിന്നാൽ മാത്രമാണ് എന്ത് സ്ട്രക്ചറൽ റിഫോംസിനൊക്കെ അവർ എന്ത് ചെയ്യും, ഒരു ഡിമാൻഡ് വയ്ക്കും. എന്നാൽ മാത്രമാണ് ആ ലോൺ തരുള്ളൂ. ഇപ്പൊ ഇന്ത്യയുടെ കേസിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ BOP ക്രൈസിസിൽ നിന്ന സമയത്ത് 1991 ന്യൂ ഇക്കണോമിക് പോളിസി റിഫോംസും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നത് ഈ പറഞ്ഞിട്ടുള്ള IMFന്റെ നിർദ്ദേശപ്രകാരം തന്നെയാണ്. പക്ഷേ ഇപ്പൊ പുതിയ NDB എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു CRA എന്ന് പറഞ്ഞിട്ടൊരു ഇൻസ്ട്രുമെന്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. CRA എന്ന് പറഞ്ഞാൽ ക്രെഡിറ്റ് കണ്ടിൻജന്റ് റെസിപ്റ്റ് അഗ്രിമെന്റ് എന്ന് പറയും. ഓക്കെ, അപ്പോൾ ആ ഒരു ഫെസിലിറ്റി അല്ലെങ്കിൽ ആ ഒരു അഗ്രിമെന്റ് പറയുന്നത് എന്താണ്, ഈ CRA പറയുന്നത് BOP ക്രൈസിസ് വരുന്ന സമയത്ത് എന്ത് ചെയ്യും, ഒരു ഹെൽപ്പ് നൽകും. പക്ഷേ ഇൻ റിട്ടേൺ ആയിട്ട് സ്ട്രക്ചർ റിഫോർമേഷൻസ് ഒന്നും നിങ്ങൾ ചെയ്യണ്ട. ഓക്കെ, അതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫെസിലിറ്റി ബൈ ഒരു സോവറിനിറ്റിനെ ക്വസ്റ്റ്യൻ ചെയ്യാതെ, ഒരു നേഷന്റെ സോവറിനിറ്റിനെ ക്വസ്റ്റ്യൻ ചെയ്യാതെ NDB പുറത്തു വെച്ചിരിക്കുന്നതാണ്. ദെൻ ബാക്കിയുള്ള ഫാക്ട്സ് നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് വായിച്ച് തന്നെ മനസ്സിലാക്കാം. ഞാൻ ഇതിന്റെ കൂടെ തന്നെ വേറെ 1-2 ബാങ്കുകൾ എപ്പോഴും നമ്മൾ ഒരുമിച്ച് നോക്കേണ്ട കുറച്ച് ബാങ്കുകളാണ്. ഇപ്പോൾ ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്കും അതേപോലെ തന്നെ ഏഷ്യൻ ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ് ബാങ്കും ഓക്കെ, അതൊക്കെ ഒന്ന് നമ്മൾ നോക്കുന്നത് വളരെ നല്ലതായിരിക്കും. ഞാൻ ഇതിനകത്ത് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ദെൻ നമ്മുടെ യൂറോപ്പിനെ കുറിച്ച് ചെറിയ ഫാക്ട് പറയുകയാണെങ്കിൽ ഈ CBDC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലീഗൽ ടെൻഡർ തന്നെയാണ്. കാരണം അത് ഇഷ്യൂ ചെയ്യുന്നവരാണ് ഒരു സെൻട്രൽ ബാങ്ക് തന്നെയാണ്, ഇന്ത്യൻ സെൻട്രൽ ബാങ്ക് RBI തന്നെയാണ് ഈ റുപ്പി എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. സോ അതൊരു ലീഗൽ ടെൻഡർ തന്നെയാണ്. അതേപോലെ ഒരു ഫിയാറ്റ് കറൻസിയാണ്. ഫിയാറ്റ് കറൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നമ്മൾ പണ്ടത്തെ കറൻസികളൊക്കെ എങ്ങനെയാണ്, ഗോൾഡിനെ ബാക്ക് ചെയ്തുകൊണ്ടും അതേപോലെ സിൽവറിനെ ബാക്ക് ചെയ്തുകൊണ്ടും പ്രഷ്യസ് മെറ്റലിനെ ബാക്ക് ചെയ്തുകൊണ്ടൊക്കെയാണ് പണ്ടത്തെ രീതിയിലുള്ള കറൻസീസ് ഒക്കെ ഇറങ്ങിക്കൊണ്ടിരുന്നത്. പക്ഷെ ഫിയാറ്റ് കറൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഫിയറ്റ് കറൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കറൻസിയുടെ ഗവൺമെന്റിന്റെ ലീഗൽ ടെൻഡർ ഉള്ളതുകൊണ്ട് ഒരു ഇൻട്രൻസിക് വാല്യൂ അല്ലാതെ അതിന്റെ ഓൺ വാല്യൂ, അതായത് ഒരു ഇൻട്രൻസിക് വാല്യൂ അല്ലാതെ ഒരു മെറ്റലിന്റെയോ അല്ലെങ്കിൽ ഒരു പ്രഷ്യസ് എലമെന്റിന്റെയോ ഇൻട്രൻസിക് വാല്യൂ അല്ലാതെ ആ ഒരു കറൻസി ഇറ്റ്സെൽഫ് ആ ലീഗൽ ടെൻഡറിൽ നിന്നും വാല്യൂ ഡെറിവ് ചെയ്യുന്നതാണ് ഫിയറ്റ് കറൻസി എന്ന് പറയുന്നത്. റുപ്പി ഒരു ഫിയറ്റ് കറൻസി തന്നെയാണ്. സോ the main objective of rupee is to mitigate the risk and trim the cost in handling physical currency. Okay, then phasing out of solid note, transportation, insurance. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഒരു നോട്ട് നമ്മളിപ്പോൾ ഏറ്റവും സിമ്പിൾ ആയിട്ട് നമുക്ക് ആലോചിക്കാം. നമ്മളിപ്പോൾ നാസിക്കിൽ ആണ് നോട്ട് പ്രിന്റ് ചെയ്യുന്നത് വിചാരിക്കുക. നാസിക്കിൽ നിന്ന് അതിന് കേരളത്തിലേക്ക് എത്തിക്കണമെങ്കിൽ എത്ര കോസ്റ്റ് ഉണ്ട്, അല്ലെങ്കിൽ പ്രിന്റിങ്ങിന് എന്തൊക്കെ ചിലവ് വരും, പേപ്പർ ചിലവ്, മഷി, അങ്ങനെ ഒരുപാട് ചിലവുണ്ട്. ഈ റുപ്പിയൊക്കെ ആയിക്കഴിഞ്ഞാൽ എന്തെങ്കിലും അങ്ങനത്തെ പ്രശ്നങ്ങളുണ്ടാവും. ഒരു ഇനീഷ്യൽ മറ്റേ ഒരു ഹാർഡ്വെയർ ഇൻഫ്രാസ്ട്രക്ചർ, സോഫ്റ്റ്വെയർ ഇൻഫ്രാസ്ട്രക്ചർ ക്രിയേഷൻ്റെ ഒരു കോസ്റ്റ് മാത്രമേ ഉള്ളൂ. പിന്നീട് ഈ സാധനം എന്താണ്, വളരെയധികം മാർജിനൽ എഫിഷ്യൻസിയിൽ റൺ ചെയ്തുകൊണ്ടിരുന്നോളും. അപ്പോൾ നമുക്ക് അങ്ങനത്തെ ചെറിയ ഈ പറഞ്ഞ ബാക്കിയുള്ള എക്സ്പെൻസസും സെക്യൂരിറ്റി വളരെ ഇതാണ്. നമ്മളിപ്പോൾ ക്യാഷ് ട്രാൻസ്പോർട്ടേഷൻ നടത്തുന്ന സമയത്ത് മണി പോയിന്റ് എയിൽ നിന്ന് പോയിന്റ് ബിയിലേക്ക് കൊണ്ടുപോകുന്ന, പ്രിന്റ് ചെയ്ത സ്ഥലത്ത് നിന്ന് കൊണ്ടുപോകുന്ന സമയത്തുള്ള അറ്റാക്സും കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഈസി ആയിട്ട് നമുക്ക് സോൾവ് ചെയ്തെടുക്കാൻ പറ്റും. എപ്പോൾ ഈ റുപ്പി പോലുള്ള സംഗതികളിലേക്ക് മാറിക്കഴിഞ്ഞാൽ. ദെൻ ഇപ്പോഴൊരു കറണ്ട് ട്രെൻഡ് എന്ന് പറയുന്നത് എന്താ, ഒരു ക്രിപ്റ്റോ കറൻസി എന്ന് പറയുന്നൊരു ട്രെൻഡിലാണ് ഇപ്പോൾ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. എല്ലാം ക്രിപ്റ്റോഗ്രാഫിക് ആയിട്ട് ചെയ്യണം, അതായത് ഒരു പ്രൈവസി ഓറിയന്റഡ് ആയിട്ട് ചെയ്യണം എന്ന് പറയുന്ന ഒരു അജണ്ടയിലാണ് മൊത്തത്തിൽ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ക്രിപ്റ്റോ കറൻസി ബ്ലോക്ക് ചെയിനിൽ നിന്നൊക്കെ ഇൻഫ്ലുവൻസ്ഡ് ആയിട്ടാണ് ഈ കറൻസി സെറ്റപ്പിലേക്ക് നമ്മൾ ഈ റുപ്പി എന്നുള്ള കൺസെപ്റ്റിലേക്ക് നമുക്ക് വരുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, വി ആർ നോട്ട് ദ ഫസ്റ്റ് കൺട്രീസ്, ഓക്കെ, വി ആർ നോട്ട് ദി ഫസ്റ്റ് കൺട്രീസ് ടു ഇഷ്യൂ നമ്മളുടെ ഈ സാധനം, അതായത് ഈ റുപ്പി. ഓക്കെ, ഈ ബഹമാസ് ഒക്കെ പണ്ട് തന്നെ എടുത്തിട്ടുണ്ട്. ഓക്കെ, ജമൈക്ക, അവന് കുറെ കാര്യങ്ങൾ നോക്കിയിട്ടുണ്ട്. സോ യു ക്യാൻ ജസ്റ്റ് റീഡ് അബൌട്ട് ദി അഡ്വാൻറ്റേജസ്. ഏറ്റവും വലിയ ഇഷ്യൂ സൈബർ സെക്യൂരിറ്റി ഇഷ്യൂ, ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് നമ്മുടെ റിസ്ക് തന്നെയാണ്, അതായത് നമുക്ക് കോസ്റ്റ് കുറയ്ക്കാം എന്നുള്ളതാണ്. ദെൻ നമ്മുടെ ഡിജിറ്റൽ ഇന്ത്യ പ്ലാനുകൾക്കൊക്കെ വളരെയധികം ഒരു ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് തന്നെ നമുക്ക് കാര്യങ്ങൾ നീക്കാൻ പറ്റും. ഓക്കെ, ദെൻ ഞാൻ അതാണ് ഇവിടെ മെൻഷൻ ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇതൊന്ന് വായിച്ചു നോക്കാം. നമുക്കൊരു ഒരു ജസ്റ്റ് റീഡ്, വൺ ടൈം റീഡ് മതി നമുക്ക് കാര്യങ്ങൾക്ക് കുറിച്ചൊരു ക്ലാരിറ്റി കിട്ടാനായിട്ട്. ഓക്കെ, ദെൻ ഇതിനകത്തൊരു മേജർ കൺസേൺസ് പറയുന്നത് ഒന്നാമതായിട്ട് സൈബർ സെക്യൂരിറ്റി കൺസേൺസ് ആണ്. അതിപ്പോൾ നമ്മുടെ NCRB ആണെങ്കിലും ഏകദേശം 100 കോടി രൂപയുടെയാണ് ഈ സൈബർ ഹാക്കിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള ക്രൈം വഴി ഇന്ത്യക്ക് നഷ്ടപ്പെട്ടിരിക്കുന്ന ഒരു റിപ്പോർട്ട് ഉണ്ടായിരുന്നു. ദെൻ പ്രൈവസി ഇഷ്യൂസ് വരുന്നുണ്ട്. അതായത് ഇപ്പോൾ നമ്മൾ ആൻറ്റി മോണിറ്ററി മണി ലോണ്ടറിങ്ങിനൊക്കെ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നതെങ്കിലും ഒരു പേഴ്സൺ എന്തിനൊക്കെ വേണ്ടിയിട്ട് പൈസ യൂസ് ചെയ്തു എന്ന് നമ്മുടെ സ്റ്റേറ്റിന് മനസ്സിലാക്കാനായിട്ട് ഇത് യൂസ് ചെയ്യാനായിട്ട് പറ്റും എന്നുള്ളൊരു കൺസേൺ പറയുന്നുണ്ട്. ദെൻ നമ്മുടെ ആളുകളുടെ ഒരു ക്യാരക്ടർ വെച്ച് നോക്കുകയാണെങ്കിൽ നമ്മളുടെ ഈ റുപ്പിയും ഈ UPIയും ഏകദേശം ഒരേ സമയത്ത് റോൾ ഔട്ട് ചെയ്ത് വരുന്ന ഒരു സാധനമാണ്. ബട്ട് സ്റ്റിൽ ആളുകൾക്ക് പ്രിഫറൻസ് എപ്പോഴും എന്താണ്, UPIയിലാണ് മോർ ഓഫൻ നമ്മുടെ ഈ റുപ്പിയിൽ. അപ്പോൾ അതിനുള്ളൊരു സൊല്യൂഷനായിട്ട് പറയുന്നത് വെച്ചാൽ റെമ്യൂണറേറ്റീവ് ആക്കുക എന്ന് പറയുന്നതാണ്. അപ്പോൾ നമ്മളെ ഒരു ബാങ്കിൽ പൈസ ഇടുന്നത് പോലെ ഈ റുപ്പിയിലേക്ക് മാറ്റുമ്പോൾ നമുക്ക് എന്തെങ്കിലും ചെറിയൊരു ഇൻട്രസ്റ്റ് റേറ്റോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു സംഗതി കൊണ്ടുവരികയാണെങ്കിൽ ആൾക്കാർ കുറച്ചും കൂടി ഒരു റെമ്യൂണറേറ്റീവായിട്ട് കാര്യങ്ങൾ കാണുകയും അതൊരു പോസിറ്റീവായിട്ട് അതിനെ യൂസ് ചെയ്യാനായിട്ട് തുടങ്ങുകയും ചെയ്യും എന്നാണ് പറയുന്നത്. ദെൻ
പ്രൈവറ്റ് ബാങ്ക്സുമായിട്ടുള്ള ഒരു കോമ്പറ്റീഷൻ ഉണ്ട്. കാരണം അവർ ഈ പറഞ്ഞിട്ടുള്ള ഒരു ഡെപ്പോസിറ്റിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഈ പറഞ്ഞിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റിന് വേണ്ടിയിട്ടൊക്കെ ആയിട്ട് ഈ ഒരു സാധനത്തിന് വേണ്ടിയിട്ട് പരിപാടി നോക്കും എന്ന് പറയുന്നുണ്ട്. ദെൻ മോണിറ്ററി പോളിസി ഇമ്പാക്ട് മോണിറ്ററിലേക്ക് ഇൻട്രസ്റ്റ് റേറ്റ് റിമെയിൻസ് അൺക്ലിയർ. അതായത് എങ്ങനെയാണ് ഈ റുപ്പീനെ മോണിറ്ററി പോളിസി അഫക്ട് ചെയ്യുന്നത്, എങ്ങനെ മോണിറ്ററി പോളിസി വഴി കൺട്രോൾ ചെയ്യാം എന്നൊക്കെ ഉള്ള ഒരു കൺട്രോൾ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഓക്കെ, ദെൻ നമുക്ക് നോക്കേണ്ട ഒരു അടുത്തൊരു ന്യൂസ് ആർട്ടിക്കിൾ എന്ന് പറഞ്ഞാൽ അത് ജസ്റ്റ് ഒരു ഒറ്റ സെന്റൻസിൽ നമുക്ക് പറയാം. അതായത് IMF ഇന്ത്യയുടെ ഗ്രോത്ത് റേറ്റിന് ഫോർകാസ്റ്റിംഗ് ഒന്നുകൂടി മാറ്റിയിട്ടുണ്ട്, റിവൈസ് ചെയ്തിട്ടുണ്ട്. അത് 6.6 നിന്ന് 7.3 കൂടി ഗ്രോത്ത് റേറ്റ് ഈവൻ ഡ്യൂറിങ് എന്താണ് നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള വൺ ഓഫ് ദി മോസ്റ്റ് അൺസർട്ടൺ കണ്ടീഷൻസിലൂടെയാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ 2025 2026 എക്കണോമിക് സർവേ പറയുന്ന 2024 2025 എക്കണോമിക് സർവേ തന്നെ പറയുന്നത് എന്താണ്, വേൾഡ് ഈസ് മൂവിങ് ത്രൂ ആൻ അൺസർട്ടനിറ്റി, കംപ്ലീറ്റ് അൺസർട്ടനിറ്റി എന്ന് പറയുന്നത്. അപ്പൊ ആ ഒരു സിറ്റുവേഷനിൽ പോലും നമ്മൾക്ക് ഇത്രയും ഒരു ഗ്രോത്ത് റേറ്റ് ബുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് വളരെയധികം എഫിഷ്യന്റ് ആണ് എന്നാണ് പറയുന്നത്. ഓക്കെ, സോ അതിന്റെ കാര്യങ്ങളൊക്കെയാണ് ആ ഒരു ന്യൂസിൽ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. ദെൻ നമുക്ക് ലാസ്റ്റത്തെ ഒരു ന്യൂസ് ആയിട്ട് പറയാനുള്ളത് ചൈനയുടെ പോപ്പുലേഷനെ കുറിച്ചിട്ടാണ്. ഇപ്പോൾ ചൈനയുടെ പോപ്പുലേഷൻ 4 വർഷമായിട്ടും കോൺസിക്യൂട്ടീവ്ലി കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ കുറച്ച് കാര്യങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ചൈനാസ് പോപ്പുലേഷൻ ഹാസ് ബീൻ ഡിക്ലൈനിങ് സിൻസ് 2022. The UN project it will fall from a peak of 1.4 billion to about 1.3 billion by 2050, with nearly 40% of population over 16, despite ending one-child policy in 2016. അതായത് പറയുന്നത് എന്താ, ചൈനയുടെ പോപ്പുലേഷൻ 2022 മുതൽ റാപ്പിഡ് ഡിക്ലൈനിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അത് UN പ്രഡിക്റ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്, 2050 1.4 ബില്യണിൽ ഉണ്ടായിരുന്ന പോപ്പുലേഷൻ 1.3 ബില്യണിലേക്ക് മാറും എന്നാണ് പറയുന്നത്. അത് മാത്രമല്ല, ആ പോപ്പുലേഷന്റെ 40% ആളുകളും എന്താണ് 60 വയസ്സിന് മുകളിലുള്ളവരായിരിക്കും. അപ്പൊ എന്താ സംഭവിക്കുക, പ്രൊഡക്റ്റീവ് ഏജ് കുറയും. ഈ പ്രൊഡക്റ്റീവ് ഏജ് കുറയുമ്പോൾ എന്ത് സംഭവിക്കും, എക്കണോമിയുടെ വർക്കിങ്ങും അല്ലെങ്കിൽ പ്രൊഡക്ടിവിറ്റിയും കുറയും. അപ്പൊ ഇതിനുള്ള കുറച്ച് കാര്യങ്ങൾ ഈ പറഞ്ഞിട്ടുള്ള ഫെയിലിയേഴ്സ് ആയിട്ട് പറയുകയാണ്. ഫെയിലിയേഴ്സ് ആയിട്ട് ഈ ഓതർ പറയുന്നത് അല്ലെങ്കിൽ ആ ന്യൂസ് ആർട്ടിക്കിൾ പറയുന്നത്, ഡിസ്പൈറ്റ് എൻഡിങ് വൺ ചൈൽഡ് പോളിസി ഉണ്ടായിരുന്നു, അത് നിർത്തലാക്കി. 2 child പോളിസി പ്രൊമോട്ട് ചെയ്തു, ദെൻ 3 child പോളിസി പ്രൊമോട്ട് ചെയ്തു, എന്നിട്ടും കാര്യങ്ങൾ നടക്കുന്നില്ല എന്നുള്ളൊരു സിറ്റുവേഷനായി. ദെൻ കുറച്ചുകൂടി പോളിസി ഈ പോപ്പുലേഷൻ ഇൻക്രീസ് ചെയ്യാനായിട്ട് ചൈനയുടെ കുറച്ച് പോളിസി മെഷേഴ്സ് എന്തൊക്കെയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ബേസിക്കലി കോൺട്രാസെപ്റ്റീവ്സ് ആണല്ലോ ഈ ബർത്ത് റേറ്റിനെ കൺട്രോൾ ചെയ്യുന്ന ഒരു പുതിയ ഒരു എലമെന്റ് എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മൾ ഗാലിയ ഗോൾഡിനൊക്കെ പറയുന്നത് എന്താണ്, കോൺട്രാസെപ്റ്റീവ്സിന്റെ വരവിന് ശേഷം വുമൺ എംപവർമെന്റ് കൂടി, ബിക്കോസ് ചൈൽഡ് റേറ്റ് ബർത്ത് റേറ്റ് കുറഞ്ഞു എന്നുള്ള രീതിയിലാണ് അവർ സംസാരിക്കുന്നത്. അപ്പോൾ ചൈന ഇതിന് കോൺട്രറി ആയിട്ട് കോൺട്രാസെപ്റ്റീവ്സിലൊക്കെ വാറ്റ്സ് കൂടുതലാക്കി. അപ്പൊ എന്താവും, സ്വാഭാവികമായിട്ട് അതിന്റെ വില കൂടും. അപ്പൊ വില കൂടി കഴിയുമ്പോൾ ആളുകൾ അത് ഉപയോഗിക്കാതെയാവും. അപ്പൊ അതൊരു പ്രൊട്ടക്ഷൻ ഇല്ലാത്ത ഒരു സെക്സിലേക്ക് കടക്കുമ്പോഴത്തേക്കും ഒരു ചൈൽഡ് ബർത്തിന് സാധ്യത ഉണ്ടാവും എന്നുള്ളൊരു അടിസ്ഥാനത്തിലാണ് ഈ ഒരു ഹൈ കോൺട്രാസെപ്ഷന്റെ ഒക്കെ കോസ്റ്റ് കൂട്ടുന്നത്. ദെൻ ഫൈനാൻഷ്യൽ ഇൻസെന്റീവ്സ് പ്രൊവൈഡ് ചെയ്യാണ്. അതായത് ന്യൂ പേരൻസിന് ഒരു ആനുവലി ഒരു 3600 സബ്സിഡി വരെ പ്രൊവൈഡ് ചെയ്യുന്നു കുട്ടികളുടെ ഓരോ കാര്യങ്ങൾക്കൊക്കെ ആയിട്ട്. ദെൻ ഫീ വേവേഴ്സ്, നമ്മളുടെ കിൻഡർ ഗാർഡനിലുള്ള ഫീസ് കുറയ്ക്കുന്നു. അതേപോലെ തന്നെ പ്രൈവറ്റ് കിൻഡർ ഗാർഡൻ ഫീസ് കുറയ്ക്കുന്നു. ഫീ വേവറിങ് നടത്തുന്നു. ടീച്ചേഴ്സ് സാലറീസിന് ഗവൺമെന്റ് സപ്പോർട്ട് പ്രൊവൈഡ് ചെയ്യുന്നു. ബേസിക്കലി എന്തൊക്കെ തരത്തിൽ ആൾക്കാർക്ക് കുട്ടികളൊക്കെ പ്രോക്രിയേറ്റ് ചെയ്യാനായിട്ട് എന്തൊക്കെ ഓപ്പർച്യൂണിറ്റീസ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുമോ അതൊക്കെ പ്രൊവൈഡ് ചെയ്തുകൊണ്ടിരിക്കുന്നതായിട്ട് നമുക്ക് കാണാം. അതേപോലെ നമ്മുടെ പ്രൊഡക്ടിവിറ്റിയുടെ കാര്യം പറഞ്ഞു. അപ്പൊ ഇത്രയും ഏജ് കുറഞ്ഞിട്ടുള്ള ആൾക്കാർ, കൂടുതലുള്ള ആൾക്കാർ വരുമ്പോൾ എന്താണ് പ്രശ്നമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ എന്തായി, റിട്ടയർമെന്റ് ഏജ് എന്ത് ചെയ്തു, അത് ഇൻക്രീസ് ചെയ്തു. അതായത് മെന്നിന് 63യും വുമണിന് 55 നിന്ന് 58ലേക്കും കൊണ്ടുവന്നു, 60 നിന്ന്, അല്ലെ. അപ്പൊ ആ ഒരു എന്താണ്, അപ്പൊ കാരണം വർക്കിംഗ് പോപ്പുലേഷൻ ആ ഒരു ഏജിലുള്ള ആൾക്കാരാണ്. ഇവർ റിട്ടയർഡ് ആയി കഴിഞ്ഞ് ഇവർ റീപ്ലേസ് ചെയ്യാനായിട്ട് അടുത്ത ജനറേഷൻ ഇല്ലാത്തൊരവസ്ഥയിലേക്ക് വരും. അതേപോലെ സിവിൽ സർവീസസ് എക്സാംസ് ഒക്കെ എഴുതാനായിട്ടുള്ള ഏജ് ലിമിറ്റ് കുറച്ചു. അതായത് 21 വയസ്സെന്നുള്ളത് കുറച്ച് 20ലേക്കും 18ലേക്കൊക്കെ കൊണ്ടുവന്നു. ദെൻ സോഷ്യൽ ക്യാമ്പയിനുകളും കാര്യങ്ങളൊക്കെ എൻകറേജ് ചെയ്തു, മീൻസ് പ്രൊവൈഡ് ചെയ്തു. ലൈക്ക് എൻകറേജിങ് മാരേജ് ആൻഡ് ചൈൽഡ് റൈറ്റ്, റെഡ്യൂസിങ് ദ ബ്രൈഡിന്റെ പ്രൈസ് കുറയ്ക്കുക, അതായത് കല്യാണത്തിന്റെ ചെലവുകൾ കുറയ്ക്കുന്നു. ലവ് കോഴ്സസ് യൂണിവേഴ്സിറ്റിയിൽ പ്രൊവൈഡ് ചെയ്യുന്നു. വളരെ രസകരമായ കാര്യങ്ങളാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. സോ ഇത്രയൊക്കെ ചെയ്തിട്ടും എന്തുകൊണ്ടാണ് അത് ആ ഒരു ഗ്രോത്ത് റേറ്റിലേക്ക് വരാത്തതെന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ,
അവിടുത്തെ ചൈൽഡ് കെയർ കോസ്റ്റ് വളരെ കൂടുതലാണ്. ഇപ്പോൾ കുട്ടികളെ ഈ പറഞ്ഞിട്ടുള്ള പോസ്റ്റ് നാറ്റൽ കെയർസുകളും അല്ലെങ്കിൽ ഡെലിവറി എക്സ്പെൻസുകളും ഒക്കെ വളരെ കൂടുതലാണ്. അറ്റ് ദ സെയിം ടൈം അവിടെ ടെക്നോളജിക്കൽ റെവല്യൂഷൻ വന്നതുകൊണ്ടും അതേപോലെ തന്നെ എത്രത്തോളം പ്രൊഡക്ഷൻ ഉണ്ടെന്ന് പറഞ്ഞാലും സ്റ്റിൽ അൺഎംപ്ലോയ്മെന്റ് റേറ്റ് ആർ വെരി ഹൈ. ഇറ്റ് ഈസ് ക്ലോസ് ടു അറൌണ്ട് 7 to 8%. അത്രയും അൺഎംപ്ലോയ്മെന്റ് റേറ്റ് അവിടെ നിൽക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഹെൽത്ത് കെയർ എക്സ്പെൻസസ് വളരെ കൂടുതലാണ്. ദെൻ നമ്മളുടെ ഒരു എന്താ ഒരു പോപ്പുലേഷൻ ഒരു കൾച്ചറിലേക്ക് കയറി. എങ്ങനെ ആ ഒരു വൺ ചൈൽഡ് പോളിസി നിലവിൽ വന്ന സമയത്ത് ആ ഒരു കൾച്ചറിനെ അവർ ഫോളോ ചെയ്ത് വരാൻ തുടങ്ങി. ആ കൾച്ചറിനെ അവർ ഫോളോ ചെയ്ത് വരാൻ തുടങ്ങിയപ്പോഴത്തേക്കും അവർ ആ ഒരു ലിബറേഷനും ഫ്രീഡവും കുട്ടികളില്ലാത്തതുകൊണ്ട് ഉണ്ടാകുന്ന ഒരു സൗകര്യങ്ങളും കാര്യങ്ങളെ കുറിച്ചൊക്കെ വന്നപ്പോഴത്തേക്കും ആ ഒരു വൺ ചൈൽഡ് കെയറിലേക്കും കാര്യങ്ങളൊക്കെ എന്തായി വന്നു. പിന്നെ അതേപോലെ തന്നെ ജെൻഡർ ഇംബാലൻസസ് വളരെയധികം വരാൻ തുടങ്ങി. അതായത് നമ്മൾ നോക്കുകയാണെങ്കിൽ ഏകദേശം 30 മില്യൺ മെൻ ആണ് അതായത് വുമണിനേക്കാളും കൂടുതലായിട്ടുള്ളത്. സോ അതേപോലെ നമ്മുടെ ഏജിങ് പോപ്പുലേഷൻ പെൻഷൻസിലേക്ക് വരാൻ തുടങ്ങി. അങ്ങനെ 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 ഒരുപാട് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് വരുന്നു, നമുക്ക് ഈ ഒരു വൺ ചൈൽഡ് പോളിസി കൊണ്ടും അതേപോലെ തന്നെ ഈ ഒരു ഡെമോഗ്രാഫിക് ഇൻഇക്വാളിറ്റി ഇൻഡിഫറൻസ് കൊണ്ടൊക്കെ വരാനായിട്ട് സാധിച്ചു എന്നുള്ളതാണ്. ഓക്കെ, സോ ഐ എം ഗോയിങ് ടു കൺക്ലൂഡ് ടുഡേസ് ന്യൂസ്. സോ അപ്പോൾ അതിന് മുന്നേ ഒരു പ്ലേസസ് ഇൻ ന്യൂസ് ആണ്, ദാറ്റ് ഈസ് മലഗ ആൻഡ് അഡ്മൂസ്. അവിടെ ഒരു ട്രെയിൻ ആക്സിഡന്റ് ഉണ്ടായി. ദാറ്റ് ഈസ് ഇൻ സ്പെയിൻ ആണ്, മാഡ്രിഡിലുള്ള സ്ഥലങ്ങളാണ് ഇതൊക്കെ. അത് നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക. ഓക്കെ, സോ ഇത്രയും നേരം നിങ്ങൾ ഇത് കേട്ടിട്ടുണ്ടെങ്കിൽ വളരെയധികം നന്ദി. നിങ്ങൾക്കിത് ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, തുടർന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും ഫീഡ്ബാക്കുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്താം. ഓക്കെ, സോ താങ്ക് യു സോ മച്ച്.